ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഡിസംബർ മാസം 29 ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോ ഈജിപ്തിലേക്ക് ശിശുവായ ഈശോയെയും കൊണ്ട് പലായനം ചെയ്യുന്നതും അതുപോലെ ഹെറോദേസ് ശിശുക്കളെ വധിച്ച് ഈശോയ്ക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നതുമൊക്കെയായ ഭാഗമാണ്. നമ്മളൊരു വാക്യം ധ്യാനിക്കുന്നു. അതിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. യൗസേപ്പ് ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെറോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. 2 ചിന്തകൾ നമ്മളിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവത്തിന് എല്ലാത്തിനെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കേണ്ടതും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുമൊക്കെ എങ്ങനെയെന്ന് ദൈവത്തിന് നന്നായി അറിയാം. അതാണ് ദൈവം നിർദ്ദേശം കൊടുക്കുന്നു. സ്വപ്നത്തിലൂടെ യൗസേപ്പിന് നിർദ്ദേശം കൊടുക്കുന്നു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക. ഹെറോദേസ് രാജാവ് ഒരു തരത്തിലും ചിന്തിക്കാനോ അന്വേഷിച്ച് കണ്ടുപിടിക്കാനോ സാധ്യതയില്ലാത്തൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടാൻ ദൈവം സ്വപ്നത്തിലൂടെ യൗസേപ്പ് പിതാവിന് നിർദ്ദേശം നൽകുന്നു. യൗസേപ്പ് പിതാവിൻ്റെ വളരെ നിർണായകമായ ഒരു റോൾ ഈ രക്ഷാകര പദ്ധതിയിൽ ഉള്ളത്. അദ്ദേഹം ദൈവ നിർദ്ദേശം കിട്ടിയപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായ ആ വിശുദ്ധനായ പിതാവിൻ്റെ റോൾ എത്ര വലുതാണെന്ന് നമ്മളിവിടെ തിരിച്ചറിയുക കൂടിയാണ്. ദൈവം പറയുന്നതനുസരിച്ച്, നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഇവിടെ യൗസേപ്പ് പിതാവിന് സ്വപ്നത്തിലൂടെ ഒരു മാലാഖ വന്ന് അറിയിച്ചതായിട്ടാണ് തിരുവചനം പറയുന്നത്. നമ്മുടെയും ജീവിതത്തിൽ ദൈവം പറയുന്നതിനനുസരിച്ച്, അത് ഇന്ന് ഒരുപക്ഷെ മാതാപിതാക്കളിലൂടെ ആവാം, അധ്യാപകരിലൂടെ ആവാം, മുതിർന്നവരിലൂടെ ആവാം, നമ്മുടെ സഭാ നേതാക്കളിലൂടെ ആകാം, ആത്മീയ നേതാക്കളിലൂടെ ആകാം, വൈദികരിലൂടെയോ സമർപ്പിതരിലൂടെയോ ഒക്കെ ആകാം. അങ്ങനെ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നീങ്ങുന്നവരിൽ നിന്ന് അപകടങ്ങൾ ഒഴിവാക്കി നിർത്തും ദൈവം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങളെ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളായി കണ്ട് ഗൗരവത്തോടെ എടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് യൗസേപ്പ് പിതാവ് കാണിച്ച ഈ നല്ല മാതൃക വഴി ഒന്നാമത് ഇന്ന് തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ ഇല്ലാതാക്കാൻ നോക്കിയാൽ അങ്ങനെ ചിന്തിക്കുന്നവർ സ്വയം ഇല്ലാതായി തീരുകയുള്ളൂ എന്നുള്ളതാണ് ഈശോയെ വധിക്കാൻ ശ്രമിച്ച ഹെറോദേസിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അവർ സ്വയം ഇല്ലാതായി തീരുന്ന ഒരു ദിവസം വരും. താൻ രാജാവാണ്, തനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് കരുതി ദൈവത്തെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ശ്രമിച്ച ഹെറോദേസ് കുറേ കാലം കഴിഞ്ഞപ്പോൾ മരിക്കുന്നു, ഇല്ലാതായി തീരുന്നു. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് യൗസേപ്പിനെയും മാതാവിനെയും ഉണ്ണീശോയെയും തിരിച്ച് ഈജിപ്തിൽ നിന്ന് വിളിച്ച് പോരാനുള്ള അറിയിപ്പ് ദൂതന് കൊടുക്കുന്നത്. ദൈവത്തിനെതിരെയുള്ള ഒരു ശ്രമവും ആത്യന്തികമായി വിജയിക്കില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. പല നാസ്തികരായ, ദൈവമില്ല എന്ന് പറയുന്ന ആളുകളും ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദൈവം മരിച്ചു എന്ന് നീഷെ എന്ന തത്വചിന്തകൻ, അല്ലെന്നുണ്ടെങ്കിൽ നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പം ദൈവവും ലോകവും പറഞ്ഞു നീഷെ മരിച്ചു, ദൈവം ഇപ്പോഴും ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും ദൈവിക വ്യക്തികൾക്കുമെതിരെ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഒരുപക്ഷെ ഇന്ന് ഒരു ട്രെൻഡായി, അല്ലെങ്കിൽ ഒരു ആളുകളുടെ ഒരു പതിവ് സംസാരത്തിൽ കടന്നു വരുന്ന കാര്യങ്ങളായി വരുന്നു. ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത വ്യക്തികൾക്കുമൊക്കെ എതിരെ സംസാരിക്കുന്ന ഒരു ശീലമോ രീതിയോ നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള ഓർമ്മപ്പെടുത്തൽ ഈശോ നൽകുന്നു. അവരുടെ ഭാഗത്ത് കുറ്റങ്ങളോ കുറവുകളോ വീഴ്ചകളോ ഒക്കെ ഉണ്ടാകും. അത് ദൈവം തിരുത്തിക്കോളും, ദൈവം വേണ്ടത് അവരോട് ചെയ്തോളും. പക്ഷേ ദൈവം അവരെ പ്രത്യേകമായ രീതിയിൽ കാണുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അവരെ വിധിക്കാതിരിക്കാം. സ്നേഹപൂർവ്വം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം നമുക്ക് ശ്രമിക്കാം. അതുപോലെ ദൈവത്തിനെതിരെയുള്ള കാര്യങ്ങളൊന്നും ആത്യന്തികമായി വിജയിക്കില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഗൗരവമായി എടുക്കുകയും ദൈവം പ്രതിനിധാനം ചെയ്യുന്ന മറ്റ് വസ്തുക്കളെയോ കാര്യങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ അർഹമായ പരിഗണനയോടെ ബഹുമാനത്തോടെ കാണാനും നമുക്ക് പരിശ്രമിക്കാം. അനുഗ്രഹീതമായ ദിവസം ആശംസിക്കുന്നു. ആമേൻ.